വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാസ്മിന സാക്കിറിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും തന്നെ ഓൾറെഡി ഈ ഒരു ഇഷ്യൂ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫാസ്മിന സാക്കിറിന്റെ ഒരു ഓഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിത് ഇവിടെ കൊടുക്കുകയാണ്. ആദ്യം അതൊന്ന് കേട്ടിട്ട് വരാം. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പൊളിറ്റീഷ്യനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധത ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം നാട്ടുകാർ മൊത്തവും പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. പറഞ്ഞ മനസ്സിലായ? നീ ഇനി വിളിക്കരുത്. അപ്പോൾ ഈ ഒരു ഓഡിയോയെ കുറിച്ചിട്ട് ഫസ്മിന പറയുന്നത് തന്റെ ബോയ് ഫ്രണ്ടിനെ സേവ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെന്നാണ്. അപ്പം ഈ ഫസ്മിന, അസ്മിന, ഹണി ആൻഡ് വേറൊരു ഗണും കൂടി ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു റെന്റഡ് ഹൗസിൽ കൊച്ചിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ റെന്റ് കൊടുക്കാത്തതും ഫുഡിന് വേണ്ടി ഉള്ള ആ ഒരു പോർഷൻ കൊടുക്കാത്തതൊക്കെ സംബന്ധിച്ചിട്ട് ഈ അസ്മിനയും ഫസ്മിനയും തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂവിൽ ഇവരുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലല്ലു ഇൻവോൾവ് ആവുകയും ലല്ലു ഈ ഒരു അസ്മിനെ ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ലല്ലു ഉപദ്രവിച്ചതിനെ തുടർന്ന് അസ്മിന വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ലല്ലു അസ്മിനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് അസ്മിന പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കേസിൽ നിന്ന് ലല്ലുവിനെ സേവ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോയാണ് ഇതെന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഫസ്മിന പറയുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. റേപ്പ് ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ്സിനെ കുറിച്ച് MDMA പോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരുപാട് സീരിയസ് ഇഷ്യൂസ് ഇവർ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. കൊച്ചി പോലുള്ള സ്ഥലത്ത് റെന്റ് എടുത്ത് താമസിക്കുന്ന സമയത്ത് എസ്പെഷ്യലി 4 പെൺകുട്ടികളാണ് താമസിക്കുന്നത്. അവിടെ ബോയ് ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്നു, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ MDMA പോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ ഇതൊക്കെ വന്ന് പറയുന്നത് പബ്ലിക്കലി ആണെന്ന് ഓർക്കണം. അപ്പോൾ പബ്ലിക്കലി ഇത്തരം കാര്യങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ കാണാനും ഓഡിറ്റ് ചെയ്യാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കുട്ടികൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എല്ലാ ഏജിൽപ്പെട്ടതും എല്ലാ ജോബിൽപ്പെട്ട ആൾക്കാരും ഇത് കാണുകയും ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നിയമപാലകരും കൂടെ ഇരിക്കുന്നുണ്ട്. സോ അവർക്ക് സ്വയമേ കേസെടുക്കാനുള്ള ഒരു വകുപ്പ് പോലും ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഈ ഒരു ഓഡിയോ മാത്രമല്ല, ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഓഡിയോസ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഓഡിയോസ് ഒന്നും ഞാനിവിടെ വെക്കുന്നില്ല. കാരണം അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഓഡിയോസിലൊക്കെ സംസാരിക്കുന്നത്. സോ ഇവരെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കുന്ന ആളുകളോടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുന്നത്. അപ്പം ഇന്നലെ ഫസ്മിന അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു കോമഡി വീഡിയോ അതായത് കുറച്ച് സീരിയസ് ആയിട്ട് പറ്റുകയാണ്. കാരണം എൻ്റെ കുറച്ച് ഓഡിയോ ഇൻസ്റ്റയിൽ ഫുള്ള് ലീക്ക് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചത്. കാരണം ഇത് സ്റ്റേഷനിലും പിന്നെ കുറച്ച് കേസ് പരമായിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇതിനെപ്പറ്റി സംസാരിക്കാനിരുന്നത്. പക്ഷേ ഇതിപ്പം കുറേ അധികം ലീക്കായിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. ലൈക്ക് എന്താ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ്. കേസിലിരിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ഇവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുവരെ വന്ന് പറയാത്തത് എന്നാണ് ഫസ്മിന പറയുന്നത്. സോ സ്റ്റിൽ ഇപ്പോൾ കേസിലിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോഴും അത് പബ്ലിക്കലി വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് കേസിനെ നെഗറ്റീവായിട്ടാണ് അഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ വീഡിയോസിൽ അത്തരം കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. കോർട്ടിന്റെ മുന്നിലിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പബ്ലിക്കലി വന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ കെയർഫുൾ ആവാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമെടുത്ത് താമസിച്ചായിരുന്നു ജഡ്ജി മുക്ക് പിടിക്കാതെ റൂമെടുത്ത്. അപ്പം അവിടെ റൂമിന്റെ റെന്റ് 15,000 ആയിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്കാണ് റൂമെടുത്ത് 1 മന്ത് ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു ഇതുപോലെ റൂംമേറ്റ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ അസ്മിന, ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. അവൾ മെസ്സേജ് അയച്ചായിരുന്നു അവളിങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്ന അവൾക്ക് മാറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നീ വന്നോ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓൾറെഡി അവളെ ജസ്റ്റ് അറിയാമായിട്ട് മ്യൂച്വലി പരിചയമുണ്ട്, അല്ലാണ്ട് അത്ര ക്ലോസ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ റൂമിലേക്ക് ഇങ്ങനെ അവൾ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 2 വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അവൾ റൂമിലോട്ട് ഷിഫ്റ്റായി. അപ്പം അവളുടെ കൂടെയാണ് ഹണി വന്നത്. ഇത് രണ്ടുപേരും ഒരുമിച്ച് വന്നത്. അത് കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ഉണ്ട്. അവളുടെ ഡെപ്പോസിറ്റ് ഞാനൊരു 30K കൊടുത്തായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കയറിപ്പോൾ പറഞ്ഞ ഡെപ്പോസിറ്റ് തരാമെന്ന് പറഞ്ഞായിരുന്നു. 1 മന്തിനുള്ളിൽ 1 മന്ത് എല്ലാം ആകുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റ് തരാമെന്ന് അവൾ പറഞ്ഞായിരുന്നു. പക്ഷെ ആ ഡെപ്പോസിറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബോയ്സ് അലൗഡ് അല്ലായിരുന്നു. പിന്നെ അവിടെ വേറൊരു രീതിയിലും മോശമായിട്ട് അങ്ങനത്തെ ഒന്നും പാടില്ല. കാരണം ഒന്നാമത് മുസ്ലിം ഫാമിലിയാണ് ഓണർ. അപ്പോൾ അവിടെ വേറൊരു രീതിയിൽ ഒരു കാര്യം നടക്കത്തില്ലെന്നൊക്കെ ഞാൻ അസ്മിനയോട് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. ഇവളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഒക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്.
ഇവർ പറയുന്നത് പോലെ ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്, ബോയ്സ് അലൗഡ് അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ട് ആ വീട്ടിൽ വന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പോലും റെന്റഡ് ഹൗസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി സിംഗിൾ ആയിട്ടുള്ള വുമൻസിനൊക്കെ വീട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിൻ്റെ അടുക്കാണ് ഇവരെ പോലെയുള്ള ആളുകൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എസ്പെഷ്യലി ഇവരൊക്കെ പബ്ലിക്കലി വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇനിയും ഇവർക്ക് പോലും ഇനി ഫ്യൂച്ചറിൽ വീട് കിട്ടുമോ എന്നുള്ളത് വളരെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ താമസം തുടങ്ങി ഫസ്റ്റ് വന്ന് ഇതുപോലെ റെന്റിന്റെ ലേറ്റ് ആയിട്ടിരിക്കും. അവള് റെന്റ് കുറച്ച് ഡിലേ പറഞ്ഞു. ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2 days ആദ്യം ഡിലേ പറഞ്ഞു. 2 days വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ചോദിക്കുമ്പോഴത്തേക്ക് റെന്റ് ഇങ്ങനെ ഡിലേ ഇട്ടുകൊണ്ടിരിക്കുക. അതിന്റെ ചാറ്റും കാര്യങ്ങളും ഞാൻ വിളിച്ച് കാണിച്ചു തരാം. പക്ഷെ അത് ചോദിക്കാൻ കഴിഞ്ഞിട്ട് 1 month ഏകദേശം എന്റെ ആവാറായപ്പോഴത്തേക്കാണ് എനിക്ക് റെന്റ് തന്നത്. പിന്നെ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് പച്ചക്കറിക്കും മറ്റു സാധനങ്ങൾക്കും ഒക്കെ ഞാൻ പൈസ അടി ഉണ്ടാക്കി വാങ്ങിയത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, നിങ്ങൾ റൂം എടുത്ത് നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ 4 പേര്, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേര് നിൽക്കുന്ന ടൈമിൽ നമ്മൾ വീട്ടിലോട്ട്, അതായത് റൂമിലോട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ഷെയർ ഇട്ടാണ് വാങ്ങാം. അപ്പൊ ഞാൻ സാധനം വാങ്ങുമ്പോൾ ഇവളും പിന്നെ എന്റെ റൂമിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് അവരൊക്കെ ഷെയർ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇവള് മാത്രം സാധനങ്ങൾക്ക് ഷെയർ ഇട്ട് തന്നിട്ടില്ല. 2-3 ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ വരുന്ന കോമൺ ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇവരെന്തിനാണ് എല്ലാവരും കൊച്ചിയിൽ വന്ന് താമസിക്കുന്നത്, ഇവരുടെ ജോബ് എന്താണ്, ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇതിൽ നമുക്ക് ആകെ അറിയുന്നത് ഫസ്മിനെ കുറിച്ചാണ്. അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, എന്ത് ഇൻഫ്ലുവൻസർ എന്നറിയില്ല, സോ ഇൻഫ്ലുവൻസർ ആണെന്നാണ് അവകാശപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൊട്ട ഗെയിമുകളും ആപ്പുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ട് ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഇവർ അങ്ങനെയാണ് ഈ ഫസ്മിന എന്ന് പറയുന്ന വ്യക്തി പൈസ ഉണ്ടാക്കുന്നത്. 4 ഗേൾസിന്റെ കാര്യങ്ങൾ നമുക്കറിയില്ല, അവരുടെ ജോലി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും 4 പേര് ഒരുമിച്ച് താമസിക്കുന്ന സമയത്തും ഈക്വലായിട്ട് നമ്മൾ കൊടുക്കാനുള്ള പോർഷൻ എങ്ങനെയാണെങ്കിലും കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളത് ഒരു മര്യാദയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ചോദിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് ഇവളുടെ അമ്മ ഒരു ബാറിൽ സെക്ഷൽ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല, ഞാൻ അതുകൊണ്ടാണ് പബ്ലിക്കലി ഇത് പറയുന്നത്. ഇവളുടെ അമ്മ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. മാത്രമല്ല ഇവളുടെ സ്വന്തം അമ്മ ഇവളെ ഡൽഹിയിൽ കൊണ്ട് വിറ്റിട്ട് ഇവിടെ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാഴ്ച ഇവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി അതിന്റെ മേത്ത് പാടി ഇതൊക്കെ കാണിച്ചായിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാവം തോന്നിയിട്ടാണ് ഞാൻ കൂടെ താമസിപ്പിച്ചത്, അല്ലാണ്ട് വേറെ ഇതുമില്ല. ഇതിൽ ഫസ്മിന തന്നെ പറയുന്നുണ്ട് ഫസ്മിനക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് പബ്ലിക്കലി വന്ന് സംസാരിക്കുന്നത്? തന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് കേസ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അസ്മിനെ കുറിച്ച്, അസ്മിനെ അമ്മയെക്കുറിച്ചും ഇത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് വളരെ തെറ്റ് തന്നെയാണ്. അസ്മിനെ മേ ബി നിങ്ങൾ കൂടെ താമസിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കാം. പക്ഷേ അവരുടെ അമ്മയെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു തെറ്റ് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിയുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഇവള് ഷിബിലിനെ തല്ലി, അതായത് ലല്ലുവിനെ തല്ലി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാനും അവളും തമ്മിലുള്ള പ്രശ്നത്തിന് ലല്ലു ഡോറിന്റെ അവിടെ നിൽക്കുമായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ലല്ലുവിനെ അവള് നേരെ പോയി തല്ലി. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം. അവള് തല്ലിന്ന് അവൾ സമ്മതിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനിപ്പം അടുത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, അവള് തല്ലി കഴിഞ്ഞിട്ട് ഇവള് എന്റെ മുടി പിടിച്ച് വലിച്ചിട്ട് എന്നെ പിടിച്ച് ഉന്തി. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾ നില വിളിച്ചിട്ട് അവിടെ ആൾക്കാരെ കൂട്ടിയ സമയത്ത് ഇവളിപ്പോൾ പറയുന്നത്, അതായത് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കുന്ന ഇതെന്താന്ന് വെച്ചാൽ ഇവളെ സെക്ഷലി ലല്ലു റേപ്പ് ചെയ്യാൻ നോക്കി, പിന്നെ അതുപോലെ വെപ്പൺ വെച്ച് ആക്രമിച്ചു. അങ്ങനെ കുറച്ച് സെക്ഷൻസ് അധികം ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് കേസിന്റെ ഇതായത് നോൺ വെയിലബിൾ ഒഫൻസസ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതാണ് ഫസ്മിന ലല്ലു അസ്മിനെ തലേതിനെ കുറിച്ച് പറയുന്നത്. ബട്ട് അസ്മിന പറയുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. അസ്മിനയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലതുപോലെ ഉപദ്രവിച്ചു. ആര് പറഞ്ഞതാണ് സത്യം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. സോ എന്തൊക്കെയാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കൈവെക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ അവര് റെന്റ് തന്നില്ല അല്ലെങ്കിൽ ഫുഡിനുള്ള എമൗണ്ട് തന്നില്ലെങ്കിൽ അവർ പറഞ്ഞു വിടണം, അതാണ് ചെയ്യേണ്ടത്. അവർ ദേഹത്ത് കൈവെക്കാനുള്ള റൈറ്റ്സ് ആർക്കും കൊടുത്തിട്ടില്ല. സോ അവരത് തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാവുന്നതാണ്, അല്ലാതെ അവരെ പിടിച്ച് ഉപദ്രവിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കേസ് സ്ട്രോങ് ആക്കി പോലുള്ള കാര്യങ്ങൾ പറയുന്നുള്ളത് ഇപ്പോൾ വരുന്ന ഒരു കാര്യമാണ്. സോ കേസ് ചെയ്യുന്ന ഹസ്ബൻഡിനും ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഒരു റെന്റിന്റെ പേര് തട്ടിയിട്ടുള്ള ഒരു വിഷയമാണ് വേളയ്ക്ക് മാറിയിരിക്കുകയാണ്. റേപ്പ് കേസ് അതുപോലെ തന്നെ ഡ്രഗ്സ് കേസ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പം ഫസ്മിന പറയുന്ന പോലെ ഇവരൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ അറിയിക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെന്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ MDMA ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു എന്നാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ വന്നതിന് പകരമായിട്ട് നേരത്തെ തന്നെ ഇത് ഇവർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിരുന്നെങ്കിൽ
കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇതിലിപ്പോൾ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവർ ഭയങ്കര ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ക്യാരക്ടർലെസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചെവിയൊക്കെ അടിച്ചു പോകുന്നുണ്ട്. സോ ഇതുപോലുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കാണാതിരിക്കാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.